ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ റിയൽമി ടെക് ലൈഫിന്റെ കീഴിൽ ഫസ്റ്റ് സബ് ബ്രാൻഡ് ആയിട്ട് ഡിസോ എന്ന സബ് ബ്രാൻഡിന്റെ കീഴിൽ റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന ഡിസോ ഗോപോഡ്സ് ഡി എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ട് 1399 ആയിരുന്നു ആദ്യം ലിസ്റ്റ് ചെയ്തിരുന്നത് ലോഞ്ച് ചെയ്ത സമയത്ത്. പക്ഷെ ഇപ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ് അറിയാനും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുമായിട്ട് പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ഒന്നും ചെയ്യാം. പ്രത്യേകിച്ച് ഇതില് ബോക്സിൽ പറയാനൊന്നുമില്ല. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഈ ഗോപോഡ്സിന്റെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡിങ്ങും ആണ് ഉള്ളത്. ബാക്ക് സൈഡിൽ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റിക്കർ കൊണ്ട് കവേർഡ് ആണ്. ബട്ട് കുറച്ച് സ്പെക്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കവേർഡ് ആണെങ്കിലും കുറച്ച് സ്പെക്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യം 110 മില്ലി സെക്കൻഡ്സ് ലോ ലേറ്റൻസി എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഗെയിം ഒക്കെ കളിക്കുന്നവർക്ക് ഈ ലോ ലേറ്റൻസി മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഗെയിംസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇന്റലിജന്റ് ടച്ച് കൺട്രോൾ എന്ന്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കസ്റ്റമൈസബിൾ ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. കസ്റ്റമൈസബിൾ എന്ന് പറയാൻ കാരണം ഈ ഒരു ഗോപോഡ്സിന്റെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമുക്ക് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്പ് വഴി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ടച്ച് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേ ആണോ അതോ കോൾസ് അറ്റൻഡിങ് ആണോ കോൾ എൻഡിങ് ആണോ. സോ ഇതിൽ സിംഗിൾ ടച്ച് ഡബിൾ ടച്ചിലൊക്കെ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് കൂടാണ്ട് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ല. സോ എപ്പോഴും നമ്മൾ ഈ പ്രൈസ് ബ്രാക്കറ്റ് കൂടെ ആലോചിക്കുക. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഈ പ്രൈസ് ബ്രാക്കറ്റിൽ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഫുള്ളി ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള സറൗണ്ട് സൗണ്ട് ഒക്കെ ക്യാൻസൽ ആയി തന്നെയാണ് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കേൾക്കുന്നത്. സോ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സ്പെക്സ് ആയിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് ക്വിക്ക് ആയിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. സോ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കേസിംഗ് ആണ് കിട്ടുന്നത്. ഇതിനുള്ളിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഒരു യൂസർ മാനുവൽ ആണ്. ഡിസോയുടെ ഒരു യൂസർ മാനുവൽ ആണ്. പിന്നെ വരുന്നത് രണ്ട് അഡീഷണൽ ഇയർ ടിപ്സ് ആണ്. ഇയർ ടിപ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്മോളും ഒന്ന് ലാർജുമാണെന്ന് തോന്നുന്നു. സോ രണ്ട് അഡീഷണൽ ഇയർ ടിപ്സ് വരുന്നുണ്ട്. പിന്നെ ചാർജിങ് കേബിൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എന്തായാലും സി ടൈപ്പ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പോർട്സിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ഗോപോഡ്സ്. ഇതൊരു ചെറിയ പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ട്, നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഗോപോഡ്സ്. സോ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആണ്. നമ്മുടെ ഈ ഒരു ഫിസ്റ്റിനുള്ളിൽ ഒതുങ്ങിയിരിക്കും. അത്രയ്ക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി തന്നെ പുറത്തിറക്കിയിട്ടുള്ള റിയൽമി ബഡ്സ് Q2 മോഡൽസുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊരു ഇൻഡിക്കേറ്റർ ലൈറ്റും സെയിം ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു ചാർജിങ് പോർട്ടാണ്. നമ്മുടെ മൈക്രോ USB കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പോർട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് ബഡ്സ് ഇതിനകത്ത് കാണുന്നുണ്ട്. വേറെ ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല. സാധാരണ ചില മോഡൽസിലൊക്കെ ബാറ്ററി ഇൻഡിക്കേറ്റർ കാണാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ബാറ്ററി ഇൻഡിക്കേറ്റർ ഇല്ല. ജസ്റ്റ് നമുക്ക് ബഡ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു LED ഇൻഡിക്കേറ്റർ, ഇവിടെ ചാർജിന്റെ ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റർ അങ്ങനെ വേറെ നമ്പറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പോർട്സ് പുറത്തെടുക്കാം. സോ നമ്മുടെ ബഡ്സ് പുറത്തെടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ബഡ്സിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു റിയൽമി ബഡ്സ് Q2 മോഡൽസിന്റെ സിമിലർ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് മേളിലുള്ള ഈ ഒരു മെറ്റാലിക് ഫിനിഷിലുള്ള ഈ ഒരു ഡിസൈൻ മാത്രമാണ് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന ഡിഫറൻസ്. പക്ഷെ ഫീച്ചേഴ്സിൽ ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് പോലും അറിയില്ല. നമുക്ക് ഫിറ്റിങ്ങിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി ഫിറ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്താലും ഡിയൊക്കെ പോയി. നല്ല രീതിയിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ പോലും ഇത് ഇളകി പോകുന്നില്ല, അത് ലൂസ് ആവുന്നില്ല. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ആയിരിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് IPX4 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറെയൊക്കെ ഒന്ന് സ്വെറ്റ് ചെയ്താലും ഇതിന് ഒരു പ്രശ്നമില്ല. ചെറിയൊരു വാട്ടർ സ്പില്ലൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത്ലറ്റ്സിനും അതുപോലെ തന്നെ എക്സസൈസ് ജോഗിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് കമ്പാനിയൻ ആണ്. ഇനി നമ്മൾ ഇതിന്റെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലൊക്കെ കാണുന്നത് നമ്മൾ ഈ കേസ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത്
കഴിഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്തിൽ ഡിസ്കവർ ആവും. എന്നാൽ ഈ ഒരു ബഡ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുത്താൽ ഉടനെ ഇത് ഡിറ്റക്ട് ആവില്ല. അങ്ങനെ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ച് കേസിലേക്ക് വെക്കുക. ഇതിനുശേഷം ഈ 2 ബഡ്സിന്റെ മേലെ ഒരു 3 to 5 സെക്കൻഡ്സ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഡിസ്കവർ ആവും, നിങ്ങളുടെ ഡിവൈസിൽ ഡിസ്കവർ ആവും. അതിനുശേഷം നിങ്ങൾക്ക് കണക്ട് ആകാവുന്നതാണ്. ഇത് ഓരോ തവണയും ചെയ്യേണ്ട കാര്യമില്ല. വൺസ് ഇത് നിങ്ങളുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് ഡിറ്റക്ട് ആവുന്നതാണ്, നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഓൾമോസ്റ്റ് 70% വോള്യൂമിൽ വെക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല ലൗഡ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ 100% വോള്യൂമിൽ വെക്കാതെ തന്നെ നമുക്ക് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടുതലും ബേസിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സോങ്സ് ഒക്കെ ലിസൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ബേസിനാണ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ സറൗണ്ട് സൗണ്ട്സും നമുക്ക് ഇതിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് ഓഡിയോ ഔട്ട്പുട്ടിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഗോപോഡ്സ് ഡിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.